അഭിമന്യു വധക്കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായ സംഭവത്തിൽ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഹാജരാക്കും എന്ന് റിപ്പോർട്ട്. മുഴുവൻ രേഖകളുടെയും പകർപ്പ് ഇന്ന് വീണ്ടും ഹാജരാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. 11 രേഖകളുടെയും സർട്ടിഫൈഡ് കോപ്പികളാണ് ഹാജരാക്കുക. വിചാരണയെ ഇത് സ്വാധീനിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. രേഖകൾ കാണാതായ സംഭവത്തിൽ കോടതിയാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കേണ്ടതെന്നും പ്രോസിക്യൂഷന് യാതൊരു ആശങ്കയും ഇല്ലെന്ന് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് പറഞ്ഞു. 2018 ജൂൺ 1 മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത്. മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകിയ കേസിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. വിചാരണ തുടങ്ങാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ നഷ്ടമായത് ദുരൂഹമാണെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അഭിമന്യുവിന്റെ കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായതിൽ അന്വേഷണം വേണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്തും ആവശ്യപ്പെട്ടു. വിചാരണ നടക്കാനിരിക്കെ രേഖകൾ കാണാതെ പോയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി രേഖകൾ ഉടൻ വീണ്ടെടുക്കണമെന്നും അയാൾ പറഞ്ഞിരുന്നു. രേഖകൾ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കുറ്റപത്രമടക്കം നഷ്ടപ്പെട്ടു എന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഹൈക്കോടതിയുടെ സമഗ്ര അന്വേഷണവും ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി P രാജീവും പ്രതികരിച്ചിരുന്നു. അഭിമന്യു വധക്കേസിലെ രേഖകൾ നഷ്ടമായതിന് പിന്നാലെ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് മറ്റ് ചില രേഖകൾ കൂടി നഷ്ടപ്പെട്ടതായുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വധഭീഷണി സംബന്ധിച്ച UAPA കേസിന്റെ രേഖകളാണ് നഷ്ടമായത്. കേസിൽ തമിഴ്നാട് സ്വദേശികളായ 5 പേരാണ് പ്രതികൾ. 2016 രജിസ്റ്റർ ചെയ്ത കേസിന്റെ രേഖകളാണ് നഷ്ടപ്പെട്ടത്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഈ രേഖകളും നഷ്ടമായ വിവരം പുറത്തുവന്നത്. നേരത്തെ അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാതായത് വിവാദമായിരുന്നു. അതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസിന്റെ രേഖകളും ഹാജരായത്. എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് പ്രധാനമന്ത്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് കാണാതായത്. കുറ്റപത്രം അടക്കമുള്ള സുപ്രധാന രേഖകൾ നഷ്ടമായി എന്നാണ് റിപ്പോർട്ട്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ കാണാതായത്. രേഖകൾ കാണാതായത് സംബന്ധിച്ച് സെഷൻസ് കോടതി ജഡ്ജി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത്. രേഖകൾ കണ്ടെത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ കാണാതായത് ഹൈക്കോടതി അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. രേഖകൾ 2 വർഷം മുൻപ് തന്നെ നഷ്ടമായെന്ന സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും സംഭവത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചില്ല. അതിനിടെ പ്രോസിക്യൂഷൻ വീണ്ടും തയ്യാറാക്കുന്ന രേഖകളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പ്രതിഭാഗം നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുണ്ട്. കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അടക്കം 11 രേഖകളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രേഖകൾ വീണ്ടും തയ്യാറാക്കി ഇന്നിപ്പോൾ സമർപ്പിക്കും എന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും സുപ്രധാന രേഖകൾ കാണാതായതിൽ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമായിരുന്നു. രേഖകൾ 2022 തന്നെ നഷ്ടമായി എന്ന സംശയം നിലനിൽക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപ് ഈ സംഘടനയുടെ പ്രവർത്തകരായിരുന്നവരുടെ പേരിലുള്ള കേസുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി ശേഖരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 2022 ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ എറണാകുളം സെഷൻസ് കോടതിയിലെത്തി. എന്നാൽ രേഖകൾ ലഭിച്ചിരുന്നില്ല. ഇതാണ് രേഖകൾ അന്ന് തന്നെ നഷ്ടമായി എന്ന സംശയത്തിന് കാരണം. രേഖകൾ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടമായി എന്ന വിവരം കഴിഞ്ഞ ഡിസംബറിൽ സെഷൻസ് കോടതി ഹൈക്കോടതിയെ അറിയിച്ചിട്ടും അന്വേഷണം പ്രഖ്യാപിച്ചില്ല. കേസിലെ സുപ്രധാന രേഖകൾ വീണ്ടും തയ്യാറാക്കുന്നത് വിചാരണയെ ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. വീണ്ടും തയ്യാറാക്കുന്ന രേഖകളെ കോടതിയിൽ പ്രതികൾ ചോദ്യം ചെയ്യും എന്നുള്ള ആശങ്കയുമുണ്ട്.